So welcome back to the next sessions. The last session on unit 1. So unification. Unification എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫൈൻഡിങ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രിഡിക്റ്റഡ് പാരാമീറ്റർ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഓക്കെ ഫംഗ്ഷൻ ഓഫ് പി എക്സ് വൈ. വേറൊരു എക്സാമ്പിൾ എഫ് വൺ ഓഫ് സെയിം തന്നെ ഇവിടെ ഫംഗ്ഷൻ അവിടെ എഫ് വൺ ഓഫ് ജോൺ വൈ. എന്താണ് ഒരു എക്സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ആണത് എക്സാമ്പിൾ വേറൊരു പ്രെഡിക്കേറ്റ് ഉണ്ട്, അത് F1 എന്നാണ് ഫംഗ്ഷൻ പേര്. അതിൽ ജോൺ ഓഫ് ഫൈ. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ജോൺ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ എക്സിനെ എന്ത് ചെയ്യണം? ജോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താവും? ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈനോടെ ജോൺ വൈ ആവും. അവിടെയും സോറി, അവിടെ F1 അല്ല, അവിടെയും ഫംഗ്ഷൻ ആണ്, പക്ഷെ ഫംഗ്ഷൻ ഓഫ് ജോൺ വൈ ആണ്. സെയിം ഫംഗ്ഷൻ. ഒരു ഒന്നും പറയാം, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. വേറൊരു പ്രെഡിക്കേറ്റ് സെയിം തന്നെ, ഫംഗ്ഷൻ ഓഫ് ജോൺ വൈ. അപ്പൊ ഇവിടെ എക്സിന്റെ അവിടെ ജോൺ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താവും? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സാണ് എന്ത്? യൂണിഫിക്കേഷൻ. അപ്പൊ യൂണിഫൈ എന്താണ്? എത്ര പ്രെഡിക്കേറ്റ് ഫൈനലി ഒരൊറ്റ പ്രെഡിക്കേറ്റായി മാറും. നമ്മൾ പറയില്ലേ, ഇപ്പൊ 0 5 എഴുതിയാലും 5 എഴുതിയാലും സെയിം തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇതിന് 0 5 എഴുതുന്ന ഓപ്ഷൻ. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ടി ഈക്വൽ ടു എക്സ് പ്ലസ് 5. ഞാൻ പറയുന്നു 5 പ്ലസ് ബ്രാക്കറ്റ് എക്സ് പ്ലസ് 5. നിങ്ങൾ പറയുന്നു 5 പ്ലസ് ടി എഴുതിയപ്പോൾ സാറേ. ശരിയാണ്, ടിയിൽ ഞാൻ എക്സ് പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? എക്സ് പ്ലസ് 5 എന്ന വാല്യൂ ടിയിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞത് 5 പ്ലസ് ടി എന്ന് എഴുതാം. അതേപോലെയാണ് അപ്പൊ ഇവിടെ 2 ലിറ്ററൽസ് ക്യാൻ ബി മാച്ച്. ഈ എന്താണ്? ഈ 2 ലിറ്റർ മാച്ച് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, അവിടെ ഫംഗ്ഷൻ ജോൺ വൈ. ഇനി നേരെ വെച്ചുള്ള ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, അവിടെ ഫംഗ്ഷൻ ഓഫ് ജോൺ ഇസെറ്റ് ആണെങ്കിലോ സെറ്റിനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ വൈ വേണമെങ്കിൽ സെറ്റ് ആക്കി മാറ്റാം. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അതാ പറഞ്ഞത് 2 ലിറ്ററൽസ് ക്യാൻ മാച്ച്. അപ്പൊ ആ ഒരു കേസ് വരുന്നുണ്ട്. ഒരു നമുക്ക് എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഈക്വൽ ആയൊരു എക്സ്പ്രഷൻ വരുന്നുണ്ട്. അത് ഞാൻ പറയാം, ആ എക്സാമ്പിൾ പറഞ്ഞുതരാം. സബ്സ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്സ് ദ ലിറ്ററൽസ് ഐഡന്റിക്കൽ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ 2 എക്സ്പ്രഷൻ എന്താവും? ഈ 2 പ്രെഡിക്കേറ്റ് എന്താവും? ഐഡന്റിക്കൽ ആവും. അപ്പൊ അതിനാണ് യൂണിഫിക്കേഷൻ. അതിനാണ് നമ്മൾ അപ്പൊ അതിന്റെ അൽഗോരിതം നമ്മൾ നോക്കൂ. ആദ്യം വളരെ ശ്രദ്ധിക്കുന്ന കാര്യം, ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിനെ എന്നിട്ട് റിക്കേഴ്സിലി കോൾ ചെയ്യാം. എന്ത് കോൾ ചെയ്യേണ്ടത്? ആദ്യം എന്തെങ്കിലും ആ 2 പ്രെഡിക്കേറ്റ് തമ്മിൽ, ആ 2 എക്സ്പ്രഷൻ തമ്മിൽ എന്തെങ്കിലും മാച്ച് ആയിട്ടുണ്ടോ? അതായത് ഇവിടെ വൈ ഉണ്ടോ, അവിടെ വൈ ഉണ്ടോ? ഇവിടെ എക്സ് ഉണ്ടോ, അവിടെ എക്സ് ഇല്ലെങ്കിൽ വേറെ ആരും ഉണ്ടോ? ഇവിടെ ഇനിയിപ്പോ ഇവിടെ ആർഗ്യുമെന്റ്സ് 2 അവിടെ 3 കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് ഐഡന്റിറ്റി എക്സ്പ്രഷൻ. ഈ 1 എക്സ്പ്രഷൻ ഇസ് വേരിയബിൾ. അതാണ് പറയുന്നത്. ഈ ഒരു എക്സ്പ്രഷനിൽ ഒരു വേരിയബിളും മറ്റൊരു ടേം ആണെങ്കിൽ ആ ടേം വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ബി ജെ, അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഐ ബി ജെ. അതായത് ഇവിടെ പറയുന്നത് ഒരു എക്സ്പ്രഷനിൽ വേരിയബിൾ ബി എ ഉണ്ട്, അതായത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, പക്ഷെ മറ്റേ എക്സ്പ്രഷനിൽ ബി എയിൽ തന്നില്ല, അതിന് വരുന്ന ടേം ആണ് ടി. അപ്പൊ ടി ഐയിലൂടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ ഈ വേരിയബിളിലൂടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ആഡ് ടി ഐ, എന്നിട്ട് നമ്മൾ ഏത് വേരിയബിളാണ് ഇപ്പോൾ വേണ്ട, ഈ ഒരു എക്സ്പ്രഷനിൽ ബി എ, പക്ഷെ മറ്റേ എക്സ്പ്രഷനിൽ ബി എ ഇല്ല, അത് ടേം ആണ്. അപ്പോൾ ഈ ബി എയുടെ പകരം ടി കൊടുത്തു കഴിഞ്ഞാൽ, അത് ഈ ടേം ടി ഐ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഐഡന്റിക്കൽ ആവില്ലേ? അതാണ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഐ. ഇവിടെ ടി ഐ കൊടുക്കുക. അപ്പൊ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് വേരിയബിൾ? ഈ ടി ഐ അല്ലേ? അത് ഏതിലേക്ക് ആഡ് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിലേക്ക് ആഡ് ചെയ്യണം. അവിടെ ആഡ് ടി ഐ സ്ലാഷ് ബി ആവുന്നു. ബി എയുടെ പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടി ഐനെ ആഡ് ചെയ്യും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റ് ലിസ്റ്റിൽ എന്തായി? ഒരു വേരിയബിൾ ആഡ് ആയി. അങ്ങനെ എത്ര വേരിയബിൾസ് ഉണ്ട്, എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾസ് ഉണ്ട്, എത്രയും അത്രത്തോളം മാക്സിമം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി ആ എക്സ്പ്രഷൻ എന്താണ്? ഐഡന്റിക്കൽ ആണ്. ആയില്ലെങ്കിൽ പോയി, നമുക്ക് യൂണിഫൈഡ് അല്ല എന്ന് പറയാം. യൂണിഫിക്കേഷൻ അവസാനം ആൻസർ കിട്ടണം. 2 എക്സ്പ്രഷൻ ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഐഡന്റിക്കൽ ആയില്ല എന്നർത്ഥം that expression is not unified. If both expressions are functions, then function name must be similar. ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ,
തുടക്കത്തിൽ പറഞ്ഞ ഫംഗ്ഷനും അവിടെ F1 അത് രണ്ടും ഡിഫറെന്റ് ഫംഗ്ഷൻ. പക്ഷെ സെയിം ആർഗ്യുമെന്റ് ആയിരിക്കാം. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ, അവിടെ F1 ഓഫ് എക്സ് കോമ വൈ, അത് ഐഡന്റിക്കൽ അല്ല. ഫംഗ്ഷൻ മസ്റ്റ് ബി സിമിലർ, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി സെയിം. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ എക്സ് കോമ വൈ ഉള്ള സെറ്റ് അവിടെ രണ്ടര, ആദ്യത്തെ എക്സ്പ്രഷന് 3 ആർഗ്യുമെന്റ്സ്, മറ്റേ എക്സ്പ്രഷൻ 2 ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ വി കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഈ റൂളാണ് അറിയാത്തത്. ഒന്ന് ഈ വേരിയബിൾ മറ്റേ എക്സ്പ്രഷൻ ഇല്ല, പക്ഷെ വേറെ ഒരു ടേമാണ്. അപ്പൊ ആ ടേമിന് എന്ത് ചെയ്യുക, ഈ ഫസ്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ എപ്പോഴും എങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഉള്ള എക്സ്പ്രഷനുള്ള വേരിയബിൾ ആണ് നമുക്ക് ചെയ്യാവുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ചെയ്തത് കുഴപ്പമൊന്നുമില്ല എന്നാലും പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഏത് വേരിയബിൾ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അത് എന്ത് ചെയ്യാം, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഇനി ബോത്ത് എക്സ്പ്രഷൻ ഫംഗ്ഷൻ എന്നൊരു രണ്ട് പ്രെഡിക്കേറ്റിനും ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനും പേര് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ആർഗ്യുമെന്റ്സും സെയിം ആയിരിക്കണം. ഇതാണ് അൽഗോരിതം. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് എക്സാം. അപ്പൊ ഇവിടെ നോക്കൂ, വളരെ ശ്രദ്ധിക്കുക. പി ഓഫ് എക്സ് ബൈ പി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വൈ. അപ്പൊ ഇവിടെ ഇത് നമ്മൾ നോക്കണ്ട. ഇപ്പൊ നോക്കൂ, പി ഓഫ് എക്സ് പി ഓഫ് വൈ, ഈ രണ്ട് എക്സാം തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നമ്മുടെ അൽഗോരിതം പ്രകാരം ഈ വൈനെ ഈ എക്സിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പി ഓഫ് വൈ ആവില്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ലാഷ് വൈ കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഫോർ വൈ. വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, ഏത് ഓർഡർ വേണം ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വൈ എക്സിന്റെ സ്ഥാനത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, രണ്ട് സെയിം ആവും. ഇപ്പൊ നിങ്ങൾ പറയും സാർ വൈൻ്റെ അവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് സ്ലാഷ് വൈ, വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ഇവിടെ എക്സ്. അപ്പൊ എന്താ, പി ഓഫ് എക്സ് പി ഓഫ് എക്സ് എന്തായി, ഇത് കറക്റ്റ് ആണ്, ഇത് യൂണിഫൈഡ് ആണ്. എക്സാമ്പിൾസ് പറയാം, ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞില്ലേ. ചില എക്സാമ്പിൾ യൂണിഫൈഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ പി ഓഫ് എക്സ് കോമ എക്സ് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്, ഇവിടെ രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. പിയും പിയും രണ്ട് ഫംഗ്ഷൻ സെയിം ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി ഇവിടെ എക്സ് ഇവിടെ എക്സ് അല്ല, ഇവിടെ എക്സ് ഇവിടെ സെറ്റ് ആണ്. പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പൊ ഞാൻ എക്സിന് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എക്സിന് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ, ഇത് പി ഓ വൈ ആവും, ഇവിടെ പി ഓ വൈ അല്ല, ഇവിടെ ഓൾറെഡി വൈ ഉണ്ട്. പക്ഷെ ഇവിടെയും വൈ ആവില്ലേ? പക്ഷെ ഇവിടെ എന്താണ് സെറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല. പക്ഷെ ഇനി വേറെ വിധത്തിൽ ചെയ്യാം. നമുക്ക് സെറ്റിന്റെ അവിടെ ഒരു വൈ കൊടുക്കുകയാണെങ്കിൽ സെറ്റിന്റെ പകരം വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്താവും, പി വൈ വൈ ആവില്ലേ? അങ്ങനെ എക്സിനോട് വൈ കൊടുത്ത പോലെ. അതാണ് ഇവിടെ പറയുന്നത്. വൈയുടെ സ്ഥാനത്ത് സെറ്റ് കൊടുക്കുന്നു. ഇല്ല, ഇവിടെ എന്താ പറയുന്നത്, വൈ ഫോർ എക്സ്, വൈ ഫോർ എക്സ് ദെൻ സെറ്റ് ഫോർ വൈ. അപ്പൊ വൈയുടെ സ്ഥാനത്ത് സെറ്റ് കൊടുത്തു, പി ഓഫ് സെറ്റ് സെറ്റ് ആയി. അതുപോലെ വൈയുടെ സ്ഥാനത്ത് സോറി എക്സിന്റെ സ്ഥാനത്ത് വൈ കൊടുത്തു, അപ്പൊ പി ഓ വൈ വൈ ആയി. ഇവിടെയും ശരിക്കും സെറ്റ് ഫോർ വൈ. ഇവിടെ ശരിക്കും ഈ സെറ്റിന്റെ പേര് എന്ത് ചെയ്യും, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് എഴുതിക്കുന്നതാണ്. സെറ്റിനെ എന്ത് ചെയ്തു, വൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നേരെ പി ഓ വൈ വൈ ആകുമ്പോൾ വൈനെ എക്സ് എക്സ് ആവും, പി ഓ വൈ വൈ ആവും. അത് കറക്റ്റാ. ഇത് ഇവർ പറയുന്നത് നോക്കൂ, ഈ എക്സിന്റെ സ്ഥാനത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താവും, പി ഓ വൈ വൈ ആവില്ലേ? ഇനി സെറ്റിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സെറ്റിന് അവിടെ എന്ത് ചെയ്യുക, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായി? സെറ്റിന്റെ സ്ഥാനത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോറി വൈയുടെ സ്ഥാനത്ത് സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, പി ഓ സെറ്റ് സെറ്റ് ആവും, ഇവിടെ പി ഓ വൈ വൈ ആവും. ഓക്കെ, പി ഓ വൈ വൈ ആവും, എക്സിന്റെ സ്ഥാനത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി സെറ്റ് വൈയുടെ സ്ഥാനത്ത് സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, ഈ വൈയുടെ സ്ഥാനത്തൊക്കെ എന്താ പറഞ്ഞിരുന്നത്, എന്താ പറയുക നോക്കൂ, വൈയുടെ സ്ഥാനത്ത് എന്ത് സെറ്റ് ഇല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തല്ല, പി ഓ ഈ വൈനെ നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് സെറ്റ് സെറ്റ് ചെയ്തല്ലേ? അപ്പൊ എന്തായി, ഇതെന്തായി, ഈക്വലായി. അതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഏത് രീതിയിലും ചെയ്യാം, പക്ഷെ ഇത് യൂണിഫിക്കേഷന്റെ എക്സാം ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ വൈയുടെ സ്ഥാനത്ത് എഴുതി സെറ്റ് എഴുതി, പി ഓഫ് സെറ്റ് സെറ്റ് ആയി. എക്സിന്റെ സ്ഥാനത്ത് വൈ വൈ എഴുതി, അപ്പൊ വൈ വൈ ആയി. പക്ഷെ ഇത് രണ്ടും സിമിലർ ആണോ? അല്ല.
പക്ഷെ നിങ്ങൾക്കറിയാം വൈയുടെ ഈ വൈ എങ്ങനെ സെറ്റ് ആയി? വൈ എവിടേക്കുള്ള അവിടേക്ക് സെറ്റ്. അപ്പൊ ഇവിടെ വൈ ഇവിടെ എന്ത് ചെയ്തു? സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ എന്തായി? ഇതും ഈക്വൽ ആയി. ഇനി ഞാനൊരു എക്സാമ്പിൾ, എക്സ് എഫ് വൈ, രണ്ടാമത് ആർഗ്യുമെന്റ് എഫ് വൈ, ഇവിടെ ജോ. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഈ എക്സിനെ ഞാൻ ജോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തായി? ആദ്യത്തെ ആർഗ്യുമെന്റും ഇതിലത്തെ ആദ്യം ഫംഗ്ഷൻ സെയിം ആണ്, ആർഗ്യുമെന്റ്സും സെയിം ആണ്. ആദ്യത്തെ ആർഗ്യുമെന്റ് ജോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ ജോ ആയി പി ആയി. പക്ഷെ ഇവിടെ എഫ് വൈയുടെ സ്ഥാനത്ത് ജോ സെറ്റ് അല്ലേ? അപ്പൊ നമുക്കിപ്പോ ഇവരെന്ത് പറയുന്നത്? ജോയെ എക്സ് ആയിട്ടാണ്, എക്സിനെ ജോ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി എഫ് ഓഫ് വൈയുടെ സ്ഥാനത്ത് സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ അപ്പൊ എന്തായി? മനസ്സിലായല്ലോ? ജോ ആണ് ഇവിടെ ഉള്ളു. അപ്പൊ എന്താണ്? നമുക്ക് ഇവിടെയും ജോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ എന്താ ഉള്ളത്? സെറ്റ് ഇല്ലേ? നമ്മൾ അൽഗോരിതം പ്രകാരം പറഞ്ഞില്ലേ, ഈ ടേമിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് വൈയിൽ എവിടെയൊക്കെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട്? എവിടെയൊക്കെ എഫ് വൈ കാണുമോ അവിടെയൊക്കെ എന്ത് ചെയ്യാം? സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ പി ഓഫ് ജോ കോമ സെറ്റ്, ജോ കോമ ജോയി കോമ സെറ്റ്. അപ്പൊ ബോത്ത് ആർ യൂണിഫൈ. അപ്പൊ ഇതും യൂണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്, ഇതും യൂണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്, ഇതും യൂണിഫിക്കേഷൻ ആണ്. ബട്ട് ഇവിടെ നോക്കൂ, പി ഓഫ് എഫ് ഓഫ് എക്സ്, പക്ഷെ ഇവിടെ പി ഓഫ് എക്സ്, ഇതും ഒരു ആർഗ്യുമെന്റ് ആണ്, ഇതും ഒരു ആർഗ്യുമെന്റ് ആണ്, ഫംഗ്ഷനിലും സെയിം ആണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് യൂണിഫിക്കേഷൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ എക്സിനെ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എക്സിനെ വൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇവിടെ എന്താവും? പി ഓഫ് വൈ ആവും, ഇവിടെ പി ഓഫ് എഫ് ഓഫ് വൈ. അപ്പൊ ഇനി വേറെ എന്ത് വഴി ഇടുമോ? ഇനി വൈനെ ഞാൻ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അപ്പോഴും ഇവിടെ എഫ് ഓഫ് സെറ്റ് ഇല്ലാവുക. ഇനി നേരെ വെച്ച് അതൊക്കെ വരും, എഫ് ഓഫ് എക്സിന് ഞാൻ സെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എത്ര സ്റ്റെപ്സ് എടുത്ത് നോക്കിയിട്ടും ഇത് രണ്ടും എക്സ്പ്രഷൻ മാച്ച് ആവുന്നില്ല, ഐഡന്റിക്കൽ ആവുന്നില്ല. സോ കനോട്ട് ഡു ഇറ്റ്. ഓക്കെ, കനോട്ട് ഡു ഇറ്റ്. ഇനി അടുത്താണ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് ജെ ആൻഡ് പി ഓഫ് ബിൽ ക്യൂ ബൈ. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് ബില്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ആൻഡ് വൈയുടെ സ്ഥാനത്ത് ജെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ, ജെയിന്റെ സ്ഥാനത്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്ത് ബില്ല്. അപ്പൊ പി ഓഫ് ബില്ലാവും, ജെയിന്റെ അവിടെ ഈ വൈയും, എന്താണ് ക്യൂ ബൈ. അപ്പൊ ഇതും സെയിം ആവുമ്പോൾ ഇതാണ് എക്സാമ്പിൾ. എക്സിന്റെ അവിടെയൊക്കെ ബില്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ജെയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താവും? രണ്ടുപേരും ഒരേ പേരാവും. ബി ഓഫ് ബിൽ, എക്സിന്റെ സ്ഥാനത്ത് ബില്ല്. അപ്പൊ ഇതായിട്ട് നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാം. ഇവിടെ സെയിം തന്നെയാണ്, മനസ്സിലായി? വൈ സ്ഥാനത്ത് ജെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇതും പോസിബിൾ ആണ്, പക്ഷെ ഇത് കനോട്ട് ബി പോസിബിൾ. ഓക്കെ, ഇനി അടുത്താണ് ഫൈൻഡ് ദ എം ജി യു. അപ്പൊ ഈ എം ജി യു എന്ന് പറയാൻ വന്നത്, നമ്മൾ നോക്കൂ, സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും തീറ്റ ആണ് എഴുതുന്നത്. അങ്ങനെ ഇവിടെ ψ1 എന്ന് പറയുന്നത് ഒരു പ്രെഡിക്കേറ്റ് ആണ്, ψ2 പറയുന്നത് അനദർ പ്രെഡിക്കേറ്റ്. രണ്ട് എക്സ്പ്രഷൻ ഐഡന്റിക്കൽ ആവാൻ വന്നത്, ആ എക്സ്പ്രഷൻ നമ്മൾ ψ1 കൊടുത്തു, മറ്റേ എക്സ്പ്രഷനെ C2 കൊടുത്തു. എന്നിട്ട് തീറ്റ ആണ് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്ന വേരിയബിൾ. ഇത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ജോണിന് ഇവിടെ പറഞ്ഞു, അപ്പൊ ഈ ബില്ല്, ഈ എക്സ് സ്ഥാനത്ത് ബില്ല് എന്നൊരു പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ആ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് തീറ്റ. ഇതിനെ പറയുന്ന പേരാണ് എം ജി യു. സ്ലൈഡ് ഉണ്ടായിരുന്നല്ലോ, ഇതിൽ പഠിച്ചില്ല. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ അതിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നീ മനസ്സിലാക്കേണ്ടത് യൂണിഫിക്കേഷൻ അൽഗോരിതം. അപ്പൊ നീ എന്താണ് ഈ എം ജി യു ഇവിടെ പറഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ എം ജി യു പറഞ്ഞാൽ ഒന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ നിങ്ങൾ രണ്ട് എക്സ്പ്രഷൻ ഐഡന്റിക്കൽ ആവാൻ വേണ്ടി നിങ്ങൾ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിൾ കണ്ടുപിടിച്ചു, അതാണ് എന്ത്? എം ജി യു, മോസ്റ്റ് ജനറേഷൻ ഓഫ് യൂണിഫയേഴ്സ്. യൂണിഫയർ, മോസ്റ്റ് ജനറേഷൻ, ഇതാണ് യൂണിഫയർ. ഈ തീറ്റ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ എക്സിന്റെ സ്ഥാനത്ത് ജോൺ സബ്സ്റ്റിറ്റ്യൂട്ട്, ജെയിന്റെ വൈയുടെ സ്ഥാനത്ത് ജെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താവും? ഇവിടെ ജോൺ ആവും, അല്ല സോറി, ഇവിടെ ബില്ലാവും, ഇവിടെ ജെയിൻ ആവും. അപ്പൊ ഇത് രണ്ടും സെയിം ആയില്ലേ?
അപ്പോൾ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു? 2. അപ്പോൾ അതാണ് 2 MGU, മോസ്റ്റ് ജനറേഷൻ ഓഫ് LU. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ നോക്കൂ, ഈ 2 എക്സ്പ്രഷൻ ഉണ്ട്. ഏതാണ് സെയിം ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ. അല്ല, ഇവിടെ പി തന്നിട്ടുണ്ട്, ഇവിടെ ചെയ്തു. ഇവിടെ എന്താണ്? എഫ് ഓഫ് എ ഇവിടെ എക്സ് ആണ്, ഇവിടെ ജി ഓഫ് ഐ വൈ, സോറി എക്സ്. അപ്പൊ നമുക്ക് ഈ എഫ് ഓഫ് എനെ, ഇപ്പൊ എഫ് ഓഫ് എനെ എന്താണ് ഒരു ആർഗ്യുമെന്റ്, നമുക്ക് ഇതിന് എഫ് ഓഫ് എനെ എക്സ് ആയി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ എക്സ് ഒക്കെ ഉണ്ടാവും, എഫ് ഓഫ് എ ആവും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും കിട്ടില്ല. അപ്പൊ അതിനാണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. എക്സിന് സ്ഥാനത്തൊക്കെ എഫ് ഓഫ് എ. അപ്പൊ ഇവിടെ എന്താവും? ഇതെന്താവും? പി ഓഫ് എഫ് ഓഫ് എ കോമ എഫ് ഓഫ് എ. അതില്ലേ എക്സിന് സ്ഥാനത്തൊക്കെ എഫ് ഓഫ് എ ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എയുടെ സ്ഥാനത്ത് ഇനി അടുത്ത എന്താണ് നോക്കാം. ഇവിടെ എഫ് ഓഫ് എ ആയി, ഇവിടെ എഫ് ഓഫ് എ ആയി. പക്ഷെ ഇത് നോക്കൂ, അതായത് ഇതാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ആർഗ്യുമെന്റ് സെയിം അല്ലേ? പക്ഷെ ജി എന്നൊരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ടോ? എങ്ങനെ തലതിരിഞ്ഞ് നോക്കിയാലും നമുക്ക് യൂണിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ യൂണിഫിക്കേഷൻ ഫെയിൽഡ് ആണ്. കാരണം എഫ് ഓഫ് എയുടെ ജി ഓഫ് ഐയുടെ അവിടെ എഫ് ഓഫ് എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇവിടെ എഫ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? എഫ് ഓഫ് എ ആവും, ഇവിടെ എഫ് ഓഫ് എ ആവും. പക്ഷെ ഇവിടെ എക്സിന് സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എ എക്സ് എന്നത് എഫ് ഓഫ് എയും എയും. അപ്പൊ ഇവിടെ എഫ് ഓഫ് എയും ഇവിടെ ജി ഓഫ് ഐയുടെ സ്ഥാനത്ത് എഫ് ഓഫ് എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എഫ് ഓഫ് എ, ഇവിടെ എഫ് ഓഫ് എ. എന്താണ് യൂണിഫിക്കേഷൻ ഫെയിൽഡ്? ഫെയിൽഡ് അല്ലല്ലോ, ഇത് സെയിം ആണ്. ഇവിടെ എന്ത് മിസ്റ്റേക്ക് വരുന്നതാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിന് സ്ഥാനത്തേക്ക് എഫ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ എഫ് ഓഫ് എ, എഫ് ഓഫ് എ. നമുക്ക് ഇനിയിപ്പോ ഇതിനെ എഫ് ഓഫ് എ ആക്കണ്ടേ? ജി ഓഫ് ഐനെ അവിടെ എഫ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത് കറക്റ്റ് ആണോ ഈ ക്വസ്റ്റ്യൻ? ഇത് അത് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ ടോപ്പിക്കിൽ ഇത് തെറ്റാണ്, യൂണിഫിക്കേഷൻ ഫെയിൽഡ് അല്ല കേട്ടോ. ഞാൻ മറന്നുപോയതാണ്, ഞാൻ നോക്കി വെച്ചായിരുന്നു. ഇത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റാണ്, യൂണിഫിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, പോസിബിൾ ആണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. ദി കണ്ടീഷൻസ്: പ്രെഡിക്കേറ്റ് സിമ്പിൾ മസ്റ്റ് ബി സെയിം. സിമ്പിൾസ് മസ്റ്റ് ബി സെയിം ആയിരിക്കണം. വിത്ത് ഡിഫറെന്റ് സിമ്പിൾസ് ക്യാൻ നെവർ യൂണിഫൈ. നമ്പർ ഓഫ് ഫ്രീക്വൻറ്റ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. യൂണിഫിക്കേഷൻ there are two similar variables present in the same expression. Similar variables ഇവിടെ x ഉണ്ടെങ്കിൽ അവിടെ x ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് സിമിലർ ആയിട്ടുണ്ടാവും. ഈ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടാണ് റെസൊല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ ലാസ്റ്റ് ടോപ്പിക്കാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ്. ഇറ്റ് ഈസ് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഇത് റൂളാണ്. എന്താണ്? വിച്ച് ക്യാൻ ഒഫീഷ്യലി ഓപ്പറേറ്റ് ഓൺ ദി കൺജങ്ക്റ്റ് നോർമൽ ഫോമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് എന്ത്? റെസൊല്യൂഷൻ. അതായത് ഒരു റൂൾ ഉണ്ടാവും, അത് ഡിറൈവ് നമുക്ക് അവസാന ആൻസർ കിട്ടാം. നോക്കൂ, അനിമൽ ജി ഓഫ് എക്സ്, ഇത് ബി, അപ്പോൾ കൺജങ്ക്റ്റ് നോക്കുമ്പോൾ എന്തായിരിക്കും? ഒരു ടേമും ഡിസ്റ്റൻറ്റും മറ്റു ടേമും ഡിസ്റ്റൻറ്റ് ഉണ്ടാവും. അതിൽ നടുവിൽ എന്തുണ്ടാവും? കൺജങ്ക്റ്റ് ഉണ്ടാവും. ഇവിടെ നോക്കൂ, അനിമൽ ഓഫ് ജി എഫ് എക്സ് വേഴ്സ് ലൗസ്. നോക്കൂ, ഇവിടെ ലൗസ് ഉണ്ട്, ഇവിടെ ലൗസ് ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടെ നെഗേഷൻ ആണ്, ഇവിടെ നെഗേഷൻ അല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇതും ഇത് എ ബാറും ആണെങ്കിൽ എ ബാർ ഇൻറ്റു എ, നമ്മൾ ലോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊരു സെഷൻ പറഞ്ഞു. എ ഇൻറ്റു എ പറഞ്ഞ 0. അപ്പൊ ഇവിടെ നെഗേഷനും ഇത് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 1 ഇൻറ്റു 0 0. സോ ഈ എക്സ്പ്രഷൻ എന്താവും? ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ റെസൊല്യൂഷൻ പറയുന്നത്. ഈ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് സോൾവ്. ഇനി നമുക്ക്
അപ്പോൾ അതാണ്. അപ്പോൾ അവസാനം നമുക്ക് ഇതിന്റെ അവസാനം എന്ത് ആൻസർ കിട്ടും? ഇത് ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആയാൽ എന്താവും? ഇതും ബി ആണ്, ഇതും ബി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആനിമൽ ഓഫ് ജി ഓഫ് എക്സ് ഓർ കിൽസ് ഓഫ് അപ്പോൾ ആനിമൽ ഓഫ് ജി ഓഫ് എക്സ് ഓർ നോട്ട് ഓഫ് കിൽസ് ഓഫ് എക്സ്. ഇനി നമ്മൾ സ്റ്റെപ്സ് ഇതാവും. ഞാൻ 4 സ്റ്റെപ്സ് ഉണ്ട്. സോറി 6 അല്ല 4. നമ്മൾ ഇത് ഈ പ്രോബ്ലം ഇതോടുകൂടി കഴിയും. ഈ 4 സ്റ്റെപ്പ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റെസൊല്യൂഷൻ സോൾവ് ചെയ്യാം. ആദ്യം തന്ന ഫാക്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓർഡർ ലോജിക് പ്രോബ്ലം. ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ക്വാണ്ടിഫൈസും ഇംപ്ലിക്കേഷനും ഒക്കെ എന്ത് ചെയ്യുക? ഫോറോളാക്കുക. പിന്നെ എന്ത് ചെയ്യുക? മറ്റേ ആൻഡിനെ എന്താക്കുക? വേറെ എക്സിസ്റ്റ് ആക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് CNF ഫോർമാറ്റ് എഴുതാം. നമുക്കറിയാലോ ഇംപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ? നോട്ട് ഈ ഓർ. അപ്പോൾ എന്താവും? അത് CNFന്റെ ഒരു ടേം ആയി. അതുപോലെ മറ്റേ ആൻറ്റി ടേം തന്നെ. പിന്നെ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക? ഓരോ സ്റ്റേറ്റ്മെന്റ് ഓരോ എക്സ്പ്രഷനെ നെഗേറ്റ് ചെയ്യുക. അപ്പം എന്താവും? നമുക്ക് ഇൻറ്റു പോസിറ്റീവ് ടു നെഗറ്റീവ് എന്താവും? കോൺട്രഡിക്ഷൻ ചെയ്യാം. Okay, so negate the statement which needs to proof. Proof by contradiction. നമ്മൾ കോൺട്രഡിക്ഷനിലൂടെയാണ് പ്രൂഫ് ചെയ്യേണ്ടത്. അതാണ് ഈ റെസൊല്യൂഷനിൽ. അറിയാലോ കോൺട്രഡിക്ഷൻ. ഇപ്പോൾ ഐ ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഐ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് തുടങ്ങിയിരിക്കാം. അവൻ ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? അവന് ഐസ്ക്രീം ഇഷ്ടമല്ല. അവിടുന്ന് നമ്മൾ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം റെസൊല്യൂഷൻ ഗ്രാഫ് വരയ്ക്കാൻ യൂണിഫൈഡ് വരും. അതായത് അവസാനം നമുക്കൊരു empty പാരന്തസിസ് വരും, അത് empty കേർലി ബ്രാക്കറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ റെസൊല്യൂഷൻ ആയി അർത്ഥം. നമ്മളിതെങ്ങനെ പ്രൂവ് ചെയ്യുക? അവസാനം നമുക്ക് ആൻസർ കിട്ടുന്നത് ഒരു empty ബ്രാക്കറ്റ് കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ അർത്ഥം? നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം കറക്റ്റ് ആണ്, ചെയ്യുന്ന വിധവും കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് 6 പ്രെഡിക്കേറ്റ് തന്നിട്ടുണ്ട്. ഫാക്ട്സ് 6 ഫാക്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫാക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ ലോജിക് എഴുതണം. കൺവേർഷൻ ഓഫ് ഫാക്ട്സ് into ഫസ്റ്റ് ഓർഡർ ലോജിക്. ഇവിടെ എന്തൊക്കെയാണ്? ജോൺ ലൈക്സ് ഓൾ കൈൻഡ് ഓഫ് ഫുഡ്. ഇവിടെ എന്താണ് ഫംഗ്ഷൻ ലൈക്ക്? ആ ജോൺ ആരാണ്? എക്സ്. ഒരു മിനിറ്റ്.
ഓക്കെ, സോ നമ്മള് എവിടേക്ക് വന്നു? അപ്പൊ ജോൺ ലൈക്സ് ഓൾ കൈൻഡ് ഓഫ് ഫുഡ്. ഇവിടെ എന്താണ്? ഫുഡാണ്, എല്ലാ ഫുഡും ആർക്ക് ഇഷ്ടമാണ്? ജോൺ. എന്താണ്? ഫോർ ഓൾ എക്സ് ഓൾ. അപ്പൊ ഫുഡ് എന്താണ്? എക്സ് ആണ്. എക്സ് ഒരു ഫുഡാണ്. ആർക്ക് ഇഷ്ടം? ജോൺ. അപ്പൊ ലൈക്സ് ആർക്കാണ് ആരെയാണ് ഇഷ്ടം? ജോണിന്. ഫുഡിന്. അപ്പൊ ജോൺ എക്സ് ചെയ്തപ്പോ കണ്ട, നമ്മൾ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഓർഡർ ലോജിക്കലി ഈ ഓരോന്നിനും എന്ത് ചെയ്യുക, ഓരോ ഫാക്ടറും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓർഡർ ലോജിക്കില് എഴുതുക. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടതാണ്. സോറി, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ജോൺ ലൈക്സ് പീനട്ട്. ജോൺ ലൈക്സ് പീനട്ട്. അപ്പൊ നമ്മൾ അത് അടുത്ത ആപ്പിൾ ആൻഡ് വെജിറ്റബിൾ ആർ ഫുഡ്. ആപ്പിളും വെജിറ്റബിളും എന്താണ്? ഫുഡാണ്. അപ്പോൾ ഫുഡ് നമ്മൾ ഓൾ ടൈംസ് ഓഫ് ഫുഡ് ഫോർ ഓൾ എക്സ്. ആപ്പിൾ ഒരു ഫുഡാണ്. അപ്പൊ എന്താണ്? ആപ്പിൾ കൊമക്സ് അല്ലെങ്കിൽ ഫുഡ് ആപ്പിൾ ഒരു ഫുഡാണ്. സോറി, ഇതിൽ ഒരു ആർഗ്യുമെന്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് കോമയുടെ ആവശ്യമില്ല. അപ്പൊ ആപ്പിൾ ഒരു ഫുഡാണ് ആൻഡ് വെജിറ്റബിൾ ബ്രാൻഡാണ്. ആൻഡ് ഉപയോഗിക്കില്ല. എന്താണ്? ആൻഡ്. അപ്പൊ ഇവിടെ ഇംപ്ലിക്കേഷൻ ആവശ്യമില്ല. ഇവിടെ ഇംപ്ലിക്കേഷൻ വേണം. ജോൺ ലൈക്സ് ഓൾ കൈൻഡ് ഓഫ് ഫുഡാണ്. എല്ലാ ഫുഡും ജോൺ ലൈക്സ് ആണ്. ഫോർ ഓൾ എക്സ്, എക്സ് ഒരു ഫുഡാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഫുഡും ആർക്കും ഇഷ്ടമാണ്? ജോണിന് ഇഷ്ടമാണ്. അതാണ് അവസാനം കൺക്ലൂഷൻ. പക്ഷെ ഇവിടെ ആപ്പിളും വെജിറ്റബിളും ഫുഡാണ് ആൻഡ്. അപ്പൊ ആപ്പിൾ ഒരു ഫുഡാണ്, വെജിറ്റബിളും ഫുഡാണ്. എന്താണ്? ഫുഡ് ഓഫ് ആപ്പിൾ ആൻഡ് ഫുഡ് ഓഫ് വെജിറ്റബിൾസ്. ഇപ്പൊ അതായി. ഇനി എനിത്തിങ് എനി വൺ ഈറ്റ്സ് ആൻഡ് നോട്ട് കിൽ ഈസ് ഫുഡ്. അപ്പൊ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ ആണ്, മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു ടേം, ലാസ്റ്റ് സെന്റൻസിൽ ലാസ്റ്റ് വരുന്ന സാധനമാണ് എന്ത്? നമ്മുടെ ഇംപ്ലിക്കേഷൻ പറഞ്ഞു. എനിത്തിങ്, അതായത് ഫോർ ഓൾ, അല്ലെ എനിത്തിങ്. എനിത്തിങ് അതൊരു ഫുഡാണ്. എനി വൺ. അപ്പൊ എന്താണ്? രണ്ട് ഫോർ ആണ് വരുന്നത്. രണ്ട് ഫോർ ഓൾ വരുന്നത്. അപ്പൊ ഫോർ ഓൾ എക്സ്, ഫോർ ഓൾ വൈ ഈറ്റ്സ് ആൻഡ് നോട്ട് കിൽ. അപ്പൊ എന്താണ്? ഈറ്റ്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും. എനി വൺ ഈറ്റ്സ്. അപ്പൊ എന്താണ്? എനി വൺ ഈറ്റ്സ് എനിത്തിങ് എന്താ? എല്ലാവരും ഫുഡിനെ കഴിക്കുന്ന. അപ്പൊ എക്സ് കോമ വൈ ഈറ്റ്സ് എക്സ് കോമ വൈ. ആൻഡ് നോട്ട് കിൽഡ് നെഗേഷൻ, ഇറ്റ് ഇംപ്ലൈസ് ഫുഡ് ഓഫ് വൈ. ഫുഡ് എന്താണ്? ഇവിടെ ഫുഡിനെ ഏതാ ഡിനോട്ട് ചെയ്യുന്നത്? എക്സ് വൈന് കഴിക്കുന്നു. അപ്പൊ വൈ ആരാണ്? ഫുഡ്. മനസ്സിലായോ? ഇതൊത്തിരി വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മനസ്സിലേക്ക് ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക. അനിൽ ഈറ്റ്സ് പീനട്സ് ആൻഡ് സ്റ്റിൽ അലൈവ്. പീനട്സ് എന്താണെന്ന് നമുക്കറിയാം, അത് ഫുഡാണ് അല്ലെ? ഫുഡ് ആയില്ല, പീനട്സ് ഫുഡാണെന്ന് തെളിയിക്കണം. ആൻഡ് സ്റ്റിൽ അലൈവ്. അപ്പൊ അനിൽ ഈറ്റ്സ് അനിൽ പീനട്ട്. ഓക്കെ. ആൻഡ് അലൈവ്. ആരലൈവ്? അലൈവ്. അപ്പൊ നാലാമത്തും കഴിയും. ഇനി ഹാരി ഈറ്റ്സ് എവരിത്തിങ്. അപ്പൊ ഈറ്റ്സ് എന്നൊരു സാധനമുണ്ട്. ഹാരി ഇതാണ് ഫസ്റ്റ് വേണ്ടത്. ദാറ്റ് അനിൽ എന്ത് കഴിക്കുന്നു? അതൊക്കെ ആര് കഴിക്കും? ഹാരി ഈറ്റ്സ് എവരിത്തിങ്. അപ്പൊ അനിൽ കഴിക്കുന്നത് എല്ലാം ആര് കഴിക്കും? ഹരി. അതിന്റെ അർത്ഥം എന്താ? അനിൽ കഴിച്ചാൽ ഹാരി കഴിക്കില്ലേ? എന്താണ്? ഫോർ ഓൾ എക്സ് ഈറ്റ്സ് അനിൽ എക്സ്, ദെൻ ഹാരി കഴിക്കും. ഇനി റെസൊല്യൂഷൻ. അപ്പൊ ഇവിടെ രണ്ട് അഡീഷണൽ പ്രെഡിക്കേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കൂ. അലൈവ് എക്സ്. ഇവിടെ അനിലിന്റെ ഭാഗത്ത് ഇവിടെ എന്തുകൊണ്ടാണ് രണ്ടെണ്ണം എഴുതാനാണ്? ഇത് ആഡഡ് പ്രെഡിക്കേറ്റ്സ് ആണ്. ഇവിടെ അലൈവ്, ഇവിടെ അലൈവ്, ഇവിടെ നോട്ട് കിൽഡ്, നോട്ട് കിൽഡ് അല്ലെ? അതായത് ഇവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ നോട്ട് കിൽഡ് ഇല്ല, അതുപോലെ ഈ ജീവനോട് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം? ഈ ഫുഡ് കിൽഡ് അല്ല, അല്ലെങ്കിൽ കൊന്നൊടുക്കിയ ഫുഡ് ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവിക്കുള്ളൂ അല്ലെ? അപ്പൊ കിൽഡ് ആവാനും പാടില്ല, അങ്ങനെയാണെങ്കിൽ അയലാവില്ല അല്ലെ? ഏത് ഫുഡും കിൽഡ് ചെയ്യാത്ത ഏത് ഫുഡ് എന്താണ്? അയാൾ തന്നെ അനിൽ പീനട്ട് ഒരു ഫുഡാണെന്ന്
അയാളെപ്പോഴും സ്റ്റിൽ അലയാണ് എന്നർത്ഥം. ഇല്ലാത്ത ഏത് ഫുഡും എന്താണ് അയാൾ അലയാണ്. പക്ഷെ അലയിൽ ആണെങ്കിൽ എന്തായിരിക്കും അത് അലൈവ് എക്സ് ഇംപ്ലിക്കേഷൻ. അത് നേരെ ഇത് തന്നെയാണ് നേരെ തിരിച്ചെടുക്കണ്ട. ഇത് രണ്ടും നമ്മളായിട്ട് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത് ഈ 5 നിന്നും 2 പ്രെഡിക്കേറ്റും കൂടി എന്താണ് എനിത്തിങ് എനി വൺ. അപ്പൊ ഇവിടെ അനി ഈസ് പീനട്ട്, പീനട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് പീനട്ട് എന്ന് പറയുന്നത് അത് എന്താണ് കഴിച്ചിട്ടും അയാൾ സേവ് നിർത്തുന്ന എല്ലാ ഫുഡും എന്തായിരിക്കും നോട്ട് ഫീൽ. എനിത്തിങ് എനി വൺ നോട്ട് ഫീൽ. എനിത്തിങ് എനിവൺ ഈറ്റ്സ് ആൻഡ് നോട്ട് ഫീൽ. എല്ലാ സാധനവും കഴിക്കുന്നത് പക്ഷെ ഒന്നെടുക്കാത്ത സാധനമാണ് എൻ്റെ ഫുഡ്. അപ്പോൾ ആ ഫുഡ് എന്തായിരിക്കണം ഫീൽഡ് ആവാത്തായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾ അലയുക. അതുകൊണ്ടാണ് പീനട്ട് വെച്ചു പക്ഷെ അയാൾ അലയണം. ഒന്നർത്ഥം ഫീൽഡ് ചെയ്യാത്താണെങ്കിൽ ഏത് ഫുഡും ഫീൽഡ് ചെയ്യാത്ത അലയായിരിക്കും. ഫീൽഡ് ആണെങ്കിൽ അലയായിരിക്കില്ല. അപ്പൊ നേരെ എന്താണ് അയാളെ പലയാണ്. അതിനകത്ത് എന്താ ഇത് ഫീൽഡല്ല. ഈ രണ്ടും പിടിക്കരുത്. ഇനി ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ചെയ്യുന്നത് ജോൺ ആദ്യത്തെ ചെയ്യുന്നതിന് പീനട്ട്സ്. അപ്പം അതിൽ പീനട്ട് വെച്ചു ജീവിച്ചു. അപ്പം ഇവിടെ ലൈക്സ് ഓഫ് ജോൺ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മാറ്റിന് എപ്പോൾ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ് കൺവേർഷൻ. ഈ എപ്പോൾ സ്റ്റേറ്റിന് CNF ഫോർമാറ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ തമ്മിൽ എത്ര ABCDH വരെ ഇതിലേതൊക്കെയാണ് CNF ഫോർമാറ്റ് അല്ലാത്തത് നോക്കാം. ഇത് CNF ഫോർമാറ്റ് അല്ല, ഇംപ്ലിക്കേഷൻ ആണ്. ഇത് കറക്റ്റാണ്. ഇത് ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഇത് ചെയ്യണം, ഇതും ചെയ്യണം. ഇത് വേണോ? വേണ്ട. ഇതും ഇംപ്ലിക്കേഷൻ ആണ്. ഇതിന് ആൻഡ് ആക്കണം, ഇതിനും ആൻഡ് ആക്കണം, ഇതിനും ആൻഡ് ആക്കണം, പിന്നെ ഇതിന് നമുക്ക് ആൻഡ് ആക്കാം. അപ്പൊ നമുക്ക് CNF ഫോർമാറ്റിൽ നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൺവേർഷൻ ഓഫ് റെക്കോർഡ്. ഇത് ആദ്യം നോക്കൂ. ഇംപ്ലിക്കേഷനൊക്കെ റീറൈറ്റ് ചെയ്തിട്ട് നമുക്കറിയാം ഇംപ്ലൈസിന് ഈക്വൽ ഫോം നോട്ട് ഈക്വൽ P implies Q, നോട്ട് P or Q. അപ്പൊ ആദ്യത്തെ നമ്മൾ നോക്കാം. ആദ്യത്തിൽ ഇതാണ് ആദ്യം നോക്കാം. ആദ്യത്തിൽ നോട്ട് ഫോർ ഓൾ എക്സ്. അപ്പോൾ ഇവിടെ ഓക്കെ, എന്തറിയാം നമ്മൾ ഫൈനലി തേർഡ് സ്റ്റെപ്പിനെ നമ്മൾ ഒഴിവാക്കും. എക്സ്റ്റൻഷനിൽ കോൺട്രിബ്യൂഷൻ യൂണിവേഴ്സൽ കോൺട്രിബ്യൂഷൻ ഒക്കെ ഒഴിവാക്കുന്നുണ്ട്. അതിപ്പോൾ ഒഴിവാക്കുന്നില്ല മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതാണ് P, ഇത് Q. അപ്പോൾ ഇത് നെഗേഷൻ ആക്കണം, ഇതിനെ ഓവർ ആക്കണം. അപ്പൊ നെഗേഷൻ ഓഫ് ഫുഡ് എക്സ് ഓർ ലൈക്സ് ഓഫ് ജോൺ എക്സ്. ഇതാണ് ഫസ്റ്റ് എയുടെ ആൻസർ. ഫോർ ഓൾ എക്സ് നെഗേഷൻ ഓഫ് ഫുഡ് എക്സ് ഓർ ലൈക്സ് ഓഫ് ജോൺ. സെയിം സെക്കൻഡ് അതുപോലെ എഴുതി. സെക്കൻഡ് ഒന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞു. തേർഡ് ചെയ്യണം. അപ്പൊ ഇതിനെ ചെയ്യണമെങ്കിൽ ഇതെന്താണ് മൊത്തത്തില് P ആണ്, ഇത് Q. അപ്പോൾ ഇവിടെ എന്താ നെഗേഷൻ എത്തുക, ഇത് ഓവർ. അപ്പൊ നെഗേഷൻ ഓഫ് ഈഡ്സ് ഈഡ്സ് ഇത് ഒന്നിച്ച് വന്നു P. സിയും നമ്മൾ ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. കഴിഞ്ഞ എഴുതാണ്ട് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് നാലാമത്തെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ എഴുതാം. ഇത് ആൻഡ് ഉണ്ട്. ഇത് നോക്കൂ, P implies Q. ഇപ്പൊ നമുക്ക് P ആണ്, നോട്ട് P. അതുപോലെ ഇതും P ആണ്. നോട്ട് ഓഫ് നോട്ട് എന്നാണ് ഫീൽഡ് വരും. ഇതിലും നോട്ട് അലൈവ് ഓർ ഫീൽഡ് വരും. ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇതാണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇത് നമ്മൾ എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പ് എഴുതി. ഈഡ്സ് അത് D അതുപോലെ എഴുതി വന്നു. D അതുപോലെ എഴുതി വന്നു. ഇത് ഈഡ്സ് അതിന് നെക്സ്റ്റ് ഇംപ്ലൈസ് ആണ് നോട്ട് ഈഡ്സ്, നോട്ട് നെഗേഷൻ ഈഡ്സ് ഓർ ഈഡ്സ്. പിന്നെ മറ്റേ നെഗേഷൻ ഉള്ളിലേക്ക് എടുക്കണം. അത് പിന്നെ നമ്മൾ എടുക്കും. ഇപ്പൊ ജസ്റ്റ് നെഗേഷൻ എടുക്കുക,
ഇതിന്റെ കില്ലിന്റെ പുറത്ത് നെഗേഷൻ കൊടുക്കുക ഓർ അലൈവ്. ഇതും നെഗേഷൻ അലൈവ് അല്ലേ. ജി എന്തായിരുന്നു ആ നെഗേഷൻ അലൈവ് ഇംപ്ലൈസ് ഇത് മാറുന്നില്ല ഓർ നെഗേഷൻ. ഇപ്പോൾ രണ്ട് സൈഡിലും നെഗേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്ത് നോക്കി ആൻസർ ആയിട്ട് മാച്ച് ചെയ്യാനുണ്ട്. ജിയും സെയിം. എച്ച് ഒന്നും ചെയ്യണ്ട, കാരണം എച്ചിന് ഒരു സിമ്പിളും ഇല്ല, ഒരു ഫാക്റ്റ് ആണ്, അത് ഫാക്റ്റ് ആണ്, അതാണ് പ്രൂവ് ചെയ്തത്. ഇത് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നു. മൂന്ന് നെഗേഷൻ ഇൻവേഴ്സ്. അപ്പോൾ നമ്മളില്ലേ മറ്റേ ഡബിൾ നെഗേഷനിലോ ഇതിലിപ്പോ ഈ 6 7 8 7 6 7 8 ഈ 8 നെഗേഷൻ ഉള്ളത് ഏതൊക്കെയാണ്? ഇത് ഉള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അല്ലേ, ഇത് പുറത്തല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് നെഗേഷൻ ഉള്ളിലേക്ക് എടുക്കാം. ഇത് നമുക്ക് നെഗേഷൻ ഉള്ളിൽ എടുക്കാൻ ആവശ്യമില്ല. ഇതിനും അതുപോലെ ഇതിനും ഉള്ളിൽ എടുക്കാൻ ആവശ്യമില്ല. ഇത് നമുക്ക് ഉള്ളിലെടുക്കാം, ഇതും വേണ്ട. അപ്പോൾ ആകെ എത്രയാണ്? ഇതൊന്ന് ഇതേതാണ് സിയും എഫും മാത്രമേ നോക്കാം. സിയും എഫും അല്ല, സിയും എഫ് നോക്കൂ. നമ്മൾ ഇതാണ് എഴുതി അല്ലേ, ഫോർ ഓൾ എക്സ് അതേപോലെ എഴുതി കടം. ഇനി സോറി ഇതല്ലല്ലോ, ഇതല്ലേ സെക്കൻഡ് എഴുതി സി നോട്ട് അല്ലേ, ഉള്ളിലേക്ക് എടുത്തു. ഒന്നാണ് നമുക്ക് ഉള്ളിലേക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നമ്മൾ ഉള്ളിലെടുത്തത് നോട്ട് ഐ ആൻഡ് നോട്ട് ഓഫ് നോട്ട് എന്താവും, കിൽഡ് ആവും. ഒന്നാവും ഈ നെഗേഷൻ കിൽഡ് എന്താവും, കിൽഡായി മാറും. നെഗേഷൻ കിൽഡായി മാറി. ഡി അതുപോലെ തന്നെ ഡി നമ്മൾ ഏതൊക്കെയാണ് സിയും ഇ അല്ലേ പറഞ്ഞത്? അല്ല, ഈ ചേഞ്ച് ഇല്ലല്ലോ. ഇത് നെഗേഷൻ എന്താവും, കിൽഡ് ആവും. കിൽഡ് ഓർ അലൈവ്. കിൽഡ് എവിടെ എപ്പാണ്? ഓക്കെ എപ്പണ്ടായിരുന്നു നെഗേഷൻ കിൽഡാ വരിക? എന്താണെന്നില്ല. സോറി, നെഗേഷൻ ഇതിലേക്ക് ഉള്ളിലെത്തിയിട്ടല്ലേ. നെഗേഷൻ കിൽഡ്. അത് എപ്പം ഉണ്ടാവും? തെറ്റാണോ നോക്കുന്നത്. എഫ് മാറുന്നില്ല. ജി നോക്കാം. ജി പക്ഷേ നെഗേഷൻ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ ബോണ്ടാണ്. നോക്കാം എന്താണ് മിസ്റ്റേക്ക്. ജി നോട്ട് അലൈവ് ബോർ നോട്ട് കിൽഡ്. ജി അത് മാറുന്നില്ല, പിന്നെ അത് നെഗേഷൻ കൊണ്ടെടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് വേരിയൻസ് ആയിട്ട് റീനെയിം ചെയ്യാം. ഇവിടെ നോക്കൂ, ഇത് നമുക്ക് എന്തും ചെയ്യാൻ ആവശ്യമുണ്ടോ? ഫോർ ഓൾ എക്സ്. ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ചെയ്യും. അത് എവിടെയൊക്കെ എക്സ് നമ്മളിപ്പോൾ നോക്കൂ, ഫോർ ഓൾ എക്സ് ഫുഡ് എക്സ് അപ്പം അത് മാറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഫുഡ് ആപ്പിൾ ആൻഡ് അതും സെയിം തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെയും 4x ഉണ്ട്, ഇവിടെയും 4x ആണ്. ഓൾറെഡി നമ്മൾ എക്സ് ഉപയോഗിച്ചു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വൈ ഉപയോഗിക്കുക. എന്നിട്ട് വൈൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നത് സെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഫോർ ഓൾ വൈ എക്സിന്റെ സ്ഥാനത്ത് വൈയും വൈന്റെ സ്ഥാനത്ത് സെറ്റും ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെയൊക്കെ വൈയും ഒന്നുമില്ല, ജസ്റ്റ് റീനെയിം ചെയ്യുക, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ എന്താ പ്രോബ്ലം, എഫിന്റെ അത് മാത്രം എന്താണ് പറയുന്നത്, ഇൻവേഴ്സ് ചെയ്തു മാറണാണ്. അപ്പൊ എഫ് എവിടെയോ നമ്മൾ മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. എഫ് എന്താണ്, നോട്ട് എടുത്തു അല്ലെ, നോട്ട് ഓഫ് നോട്ട്. ഇതിന് ഓൾറെഡി നോട്ട് കിൽഡ് ഓർ അലൈവ്. നെഗേഷൻ കിൽഡ് ഓഫ് എക്സ്, നെഗേഷൻ ഇൻറ്റു നെഗേഷൻ. ഇവിടെ നെഗേഷൻ അലൈവ് വരില്ല എന്തായാലും. അപ്പോൾ എഫ് മാറുന്നില്ല, നെഗേഷൻ കിൽഡാണ് വരുന്നത്. നോക്കാം എന്താണ് മിസ്റ്റേക്ക്. പക്ഷേ നെഗേഷൻ ബോണ്ടാണ്, നോക്കാം എന്താണ് കാരണം. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ ഇവിടെ വൈയും ഇവിടെ സെറ്റ്.
അപ്പോൾ എക്സും വൈ സെറ്റ് കണ്ടുപിടിച്ചില്ലേ? ഇനി ഈ എക്സിനൊക്കെ എന്ത് നമ്മൾ പറഞ്ഞു? അപ്പൊ ഇനി വേറെ വേരിയബിൾ ഉപയോഗിക്കാം. ഈ വേരിയബിൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ ഓൾറെഡി വൈ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി വീണ്ടും എക്സിന്റെ അവിടെ എന്താ ചെയ്യുക? വേറെ ഏതെങ്കിലും വേരിയബിൾ ഉപയോഗിക്കാം. സെറ്റോ പിയോ. സെറ്റ് ഓൾറെഡി ഉപയോഗിച്ചു. എക്സ് സെറ്റ് എയോ ബിയോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഡബ്ല്യു ആണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഈ എക്സിനകത്ത് ഡബ്ല്യു ഇവിടെ ഡബ്ല്യു. അപ്പൊ ഇത് അതുപോലെ തന്നെ എഴുതി. പിന്നെ ഇവിടെയും വീണ്ടും എക്സ്. അപ്പൊ ഡബ്ല്യു പകരം വേറെ ഉപയോഗിച്ചു. ജി ആണ്. ഇവിടെ എക്സിനകത്ത് ഓൾറെഡി ജി ഉപയോഗിച്ചുകൊണ്ട് ജി അല്ലെങ്കിൽ ജി. ഇവിടെ വീണ്ടും എക്സ്. അപ്പൊ വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. അതാണ് സ്റ്റാൻഡേർഡ്. അതായത് വേരിയബിൾസ് ഒരേ വേരിയബിൾസ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആണ്. കാരണം നമുക്ക് നെഗേഷൻ ചെയ്ത അവസാനം ഒരു ആൻസർ കിട്ടാം. പിന്നെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. തന്ന യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ നോക്കാൻ ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് എഴുതണ്ട. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ നോട്ട് പുട്ട് എക്സ്. ഇപ്പം ഇത് കളഞ്ഞു, നോട്ട് പുട്ട് എക്സ് ഓർ ലൈക്സ് ജോൺ എക്സ്. ഇവിടെ ഇതിന് ഡ്രോപ്പ് ചെയ്യുന്ന ആവശ്യമില്ല. ഇതും നോട്ട് ഈറ്റ്സ് ഓഫ് ബൈസ് വരും. ഇതിൽ എക്സ്റ്റൻഷൻ കോൺഫേസ് യൂണിവേഴ്സ് കോൺഫേസ് ഉണ്ട്, നോട്ട് ഈറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിലും എഫിലും ജിയിലുണ്ട്. അപ്പൊ അത് എയിലും പോയി, സിയിലും പോയി, ഇയിലും പോയി, എഫിലും പോയി, ജിയിലും പോയി. നോക്കൂ, എയിലും ഇത്ര നോക്കുക. അത് എക്സാമ്പിൾ ചെയ്ത് നോക്കുക, ബുക്കിൽ ചെയ്ത് നോക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് ജോൺലി ആണ് അല്ലേ? പക്ഷെ ലൈക്സ് ആണ് നമുക്ക് ആൻസർ. എവിടെയൊക്കെ ലൈക്സ് ഉണ്ട്? ഇവിടെ ലൈക്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നെഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ലൈക്സ് കോൺട്രഡിക്ഷൻ എന്താണ്? ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് ജോൺ പീനട്ടിനെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ജോൺ പീനട്ട് ഇഷ്ടമല്ല. അതാണ് ഇനിയാണ് സ്റ്റെപ്പ് മനസ്സിലാക്കുന്നത്. ഇത്ര ചെയ്തൊക്കെ വേസ്റ്റ്, നിങ്ങൾക്ക് സാധാരണ ചെയ്തു പോയാൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജോൺ പീനട്ട് ഇഷ്ടമല്ല. അപ്പൊ ജോൺ പീനട്ട് ഇഷ്ടമാണ് നോട്ട് ലൈക്ക്. അപ്പൊ ഇവിടെ എവിടെയൊക്കെ നോട്ട് ലൈക്ക് സാമ്യം വരും? ഇത് നോട്ട് ലൈക്ക് വരും. അപ്പൊ ഇവിടെ നോട്ട് ലൈക്ക് എവിടെ വരുന്നത്? കേട്ടാ, ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നാണ് ലൈക്സ്. അപ്പൊ ഇവിടെ നോട്ട് ആകുമ്പോൾ ഇവിടെ ലൈക്ക് ആകുമ്പോൾ എന്താവും? നമുക്ക് നോട്ട് പുട്ട് എക്സ് ഓർ പീനട്ട് വരും. നോക്കാം. അപ്പം ഇവിടെ നോട്ട് ലൈക്ക്, ഇതാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ആദ്യത്തെ പ്രെഡിക്കേറ്റ് എടുക്കുക. അപ്പൊ ഇതില് ലൈക്സ് ജോൺ എക്സ് ഇല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഏതാണ് യൂണിഫിക്കേഷൻ? പീനട്ട് ജോണും ഇവിടെ ജോൺ ഉണ്ട്, സിമിലർ വേരിയബിൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ എക്സ് ആണ്, പക്ഷെ ഇവിടെ പീനട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന്റെ സ്ഥാനത്ത് പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താവും? ഇത് ലൈക്സ് ഓഫ് പീനട്ട് വരും അല്ലെ? ലൈക്സ് ഓഫ് പീനട്ട് വരും. കാരണം പീനട്ടിന്റെ എക്സിന്റെ സ്ഥാനത്ത് പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇവിടെ നോട്ട് ലൈക്ക് വരും, ഇവിടെ ലൈക്ക് വരും. അവസാനം നമുക്ക് എന്ത് കിട്ടി? ഫുഡ് മാത്രം കിട്ടി. കേട്ടാ, ഫുഡ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പീനട്ട്. അപ്പൊ അതുകൊണ്ട് പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി രണ്ടാമത്തെ പ്രെഡിക്കേറ്റ് എടുക്കുക. രണ്ടാമത്തെ പ്രെഡിക്കേറ്റ് ഇത് നോട്ട് ഈക്വൽ ടു ഫുഡ് ആണ്, പക്ഷെ ഇവിടെ ഫുഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? പീനട്ട്. സെറ്റിന് സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താണ്? പോസിറ്റീവ് ആയി, നെഗറ്റീവ് ആയി. അപ്പൊ ഇതും ക്യാൻസൽ ആവും. നമുക്ക് അവസാനം കിട്ടും, ഈ ഓറിന്റെ അവിടെ ഒന്നുമില്ല, അവസാനം ഇത് കിട്ടും. നോട്ട് ഈറ്റ്സ് ഓഫ് സെറ്റിന് സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ്? വൈ കൊമ പീനട്ട്സ് ഓർ വൈനെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഓക്കെ, ഇനി നമ്മൾ തേർഡ് പ്രെഡിക്കേറ്റ് എടുക്കുക. തേർഡ് പ്രെഡിക്കേറ്റ് എടുക്കുക. തേർഡ് പ്രെഡിക്കേറ്റ് എടുത്തു. ഇതാണ് തേർഡ് പ്രെഡിക്കേറ്റ്. നമുക്ക് ആൻസർ കിട്ടി. ഇത് ക്യാൻസൽ ആയല്ലോ. അപ്പൊ അവസാനം ഇത് വരെ കിട്ടും. സെറ്റിന് സ്ഥാനത്ത് എന്ത് ചെയ്തു? പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. സെറ്റിന് സ്ഥാനത്ത് പീനട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കിൽഡ് ബൈ. ഇനി തേർഡ് പ്രെഡിക്കേറ്റ് എടുത്തു. തേർഡ് പ്രെഡിക്കേറ്റ് നിങ്ങൾക്ക് സംശയം നമുക്ക് തേർഡ് പ്രെഡിക്കേറ്റ് ഈഡ്സ് അല്ലേ? തേർഡ് പ്രെഡിക്കേറ്റ് അല്ല, ശരിക്കും പ്രെഡിക്കേറ്റ് തന്ന ആറിനത്തില് ഈ സാമ്യമായിട്ടുള്ളത്, അതായത് ഒരു മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞുതരാം. ഈ തന്നില്ല ലൈക്സ് എടുത്തിട്ടില്ലേ? അതെ, ഈ ലൈക്സിന് സാമ്യമുള്ള പ്രെഡിക്കേറ്റ് മാത്രം എടുക്കുക. അതുപോലെ ഈ ഫുഡിന്റെ നെഗേഷൻ. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ പ്രെഡിക്കേറ്റില്
നെഗേഷൻ ഫുഡ് ഉള്ളത് എവിടെയാണോ? നെഗേഷൻ ഫുഡ് ഉള്ളത് നോക്കൂ. ഇത് കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു, ലൈക്സിന്റെ കഴിഞ്ഞു. ഇനി 2 എക്സ്പ്രഷൻ ഉണ്ടാവും, എന്നാലും നമുക്ക് എഴുതാൻ പറ്റും അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഡീനെ എഴുതി. ഈ ബീനെ ഒഴിവാക്കി, കാരണം ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു ഫാക്റ്റാണ്. ഈ സിമ്പിൾസ്, അതായത് ആൻഡ് സിമ്പിൾസിനുള്ളിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാവും. പക്ഷെ എന്തായിരിക്കാം, നെഗേഷൻ ഉണ്ടാവാം. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നെഗേഷൻ ഉണ്ടാവാം, നെഗേഷൻ ഉണ്ടാവണം, നെഗേഷൻ ഉണ്ടാവും. ഓക്കെ, സോറി, ഓർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതും എഴുതേണ്ട ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. അവസാനം കണ്ട ഈഡ്സ്, അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കണം, ഈഡ്സ് അനിൽ പീനട്സ്, ഈഡ്സ് അനിൽ പീനട്സ്. ഇതാണ് അല്ല, ഇത് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഡി, എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മൾ ഫുഡ് ഓൾറെഡി കൺസിഡർ ചെയ്തിട്ട് ഈ രണ്ടാമത് പിടിക്കുക വേണ്ട. ഈറ്റ്സ് ഫുഡ് പീനട്സ്, പീനട്സ് ഉള്ളത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എന്താ ഇവിടെ ഈറ്റ്സ് പീനട്സ് വന്നില്ലേ ഓൾറെഡി, ഈറ്റ്സ് ആൻഡ് പീനട്സ്, അത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ, ഇപ്പൊ നമുക്ക് സംശയമാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞു, ഇത് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അവസാനം എന്താ, നോട്ട് ഫുഡ് ലൈക്സ് ക്യാൻസൽ ആയി. അവസാനം നോട്ട് ഫുഡ് ഓഫ് എക്സിന് നേരത്തെ പീനട്സ് കിട്ടി അല്ലെ? ഇതാണ് ഇത്. അപ്പൊ ഇനി ഈ നോട്ട് ഫുഡ് പീനട്സ് ഏത് മാച്ച് ആവും നോക്കൂ. ഇത് മാച്ച് ആവുമോ? ഇല്ല. ഇത് മാച്ച് ആവുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഡി എടുത്ത് നോക്കൂ. നോട്ട് ഫുഡ് പീനട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈഡ്സ് കിട്ടും. കാരണം ഡിയും ഇയിലും എന്തുണ്ട്, ഈഡ്സ് ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ആവും, ഈ ടേം മൊത്തം ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നോട്ട് ഫുഡാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടും ക്യാൻസൽ ആവും. പിന്നെ എക്സ് പീനട്സ് ആണ് പറഞ്ഞത്, ആപ്പിളും അല്ല വെജിറ്റബിൾസും അല്ല. അപ്പൊ ഷുവർ ആയിട്ടും ബിയും സിയും അല്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ പീനട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നെഗേഷൻ ഫുഡ് പീനട്സും ഇതുകൊണ്ട് എന്താവും, ക്യാൻസൽ ആവും. പിന്നെ കിൽഡും ഈഡ്സും. ഇനി ഇവിടെ പീനട്സ് ഓൾറെഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇവിടെ ഈഡ്സ് ആണ് പ്രാധാന്യം. എന്താണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഇതങ്ങനെ ക്യാൻസൽ ആവും. ഇനി അവസ്ഥ ഉണ്ടാവും കിൽഡ് ബൈ ആണ്. അപ്പൊ ഏതാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? ഇതാണ് വരിക, കാരണം ഇവിടെ കിൽഡ് ഇല്ല. മനസ്സിലായോ? ഇനി അവസാനം കിൽഡ് വരും, അവസാനം അലൈവ് വരും. ഇതിന്റെ അലൈവിന്റെ ഓപ്പോസിറ്റ് എടുക്കും, അലൈവിന്റെ ഓപ്പോസിറ്റ് വീണ്ടും നോട്ട് കിൽഡ് വരും. നോക്കാം അപ്പൊ എന്താണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായല്ലോ. നോട്ട് ഫുഡ് ആയിട്ട് ഈഡ്സ് ആയി, എന്നിട്ട് ഈഡ്സ് ആൻഡ് പീനട്സ് കേട്ടോ. അപ്പൊ ഇതും ക്യാൻസൽ ആയി. അവസാനം കിൽഡ് അനിൽ കേട്ടോ, കിൽഡ് അനിലിനെ നമുക്ക് ഇതിനെ അനിലാണ് പഠിക്കുന്നത്. ഇവിടെ അനിൽ ഏതാണുള്ളത്? കിൽഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാണ്? കിൽഡിന്റെ നെഗേഷൻ കിൽ. അപ്പൊ കിയുടെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഇവിടെ നെഗേഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടെ അലൈവ് അനിലാണ്, ഇവിടെ നോട്ട് അലൈവ് കണ്ട. കെയും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതേ എടുക്കാൻ പാടുള്ളൂ. അതാണ് നമുക്ക് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കണ്ട, ഇവിടെ കിൽഡ് അനിൽ, നോട്ട് അലൈവ് കിൽഡ്. അപ്പൊ ഇവിടെ അനിലിന്റെ സ്ഥാനത്ത് കെയുടെ സ്ഥാനത്ത് നിന്ന് കൊടുത്തു, അനിൽ കൊടുത്തു. അപ്പൊ എന്താവും, ഇതും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് നോട്ട് അലൈവ് അനിൽ. അതായത് അനിൽ അലൈവ് അല്ല. അതിനർത്ഥം എന്താ, നമ്മൾ കോൺട്രഡിക്ഷൻ ആണ്. ഞാൻ പറഞ്ഞത് കോൺട്രഡിക്ഷൻ ആണ്. ഐസ്ക്രീം ഇഷ്ടമല്ല ആർക്ക്? ജോൺ. അനിലിന് ഐസ്ക്രീം ഇഷ്ടമായതുകൊണ്ടാണ് അവന് ജോൺ ഇഷ്ടമായത്. അനിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അർത്ഥം എന്താ, ജോണും ജീവിച്ചിരിപ്പില്ല അർത്ഥം. അപ്പോ നോട്ട് അലൈവ്, നമുക്കിപ്പോ ഇവിടെ നോക്കി കിൽഡും ക്യാൻസൽ ആയി അല്ലെ? അവസാനം നോട്ട് അലൈവ് അനിൽ, ദാറ്റ് ഈസ് നോട്ട് അലൈവ് അനിലും. ഇനി ഒന്നുകൂടി ഉണ്ട്, നോട്ട് അലൈവ് അനിൽ. ഇവിടെ അലൈവ് അനിലില്ലേ? ഇനി ഒരു പ്രെഡിക്കേറ്റ് കൂടി ഉണ്ട്. ആ തമ്മിൽ ആറിനത്തില് ഇതിന് മാച്ച് ആയിട്ടുള്ള സാമ്യമുള്ള ആയിട്ടുള്ള നമുക്ക് ആൻസർ കിട്ടിയത് അതാണ്. ഈ രണ്ടും കൂടി സോൾവ് ചെയ്തപ്പോൾ എന്തായി, ഇതാണ് കിട്ടിയത്. അത് നോട്ട് അലൈവ്. ഇനി ആ തന്ന ക്വസ്റ്റ്യനിൽ അലൈവ് ആയിട്ടും അത് ഒരു ഫാക്റ്റ് ആയിട്ട് ഓർഡർ ഉള്ളത് ഒന്ന് വരാൻ മതി. ഇനി ഓർ ഉള്ളതോ കോൺട്രഡിക്ഷൻ ഉള്ളതോ അല്ല, സോറി കോൺട്രഡിക്ഷൻ, കൺജക്ഷൻ ഉള്ളതോ ഡിസ്റ്റിങ്ഷൻ ഉള്ളതോ ഒന്നും എടുക്കണ്ട. വെറും അലൈവ് അനിൽ ആയിട്ടുള്ള മാച്ച്
തന്നിട്ട് ഇത് അപ്പോൾ നെഗേഷൻ ആൻസ് ആയി നമുക്ക് ഇനി ഒന്നും എഴുതാനില്ല. അപ്പോൾ അർത്ഥം എന്താ? ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്. അതായത് ഈ എം ടി ബ്രാക്കറ്റ് വന്നു എന്നർത്ഥം വി ക്യാൻ പ്രൂവ് ദാറ്റ് എന്താണ് വി പ്രൂവ് ദാറ്റ് എന്താ കൺജക്ഷൻ എന്താണ് എന്ത് കോൺട്രഡിക്ഷൻ എടുത്ത് എന്തെടുത്ത് കോൺട്രഡിക്ഷൻ എന്തെടുത്ത് കോൺട്രഡിക്ഷൻ എന്തെടുത്ത് ജോൺ ഡസ് നോട്ട് ലൈക്ക് പീനട്ട് ആണ്. പക്ഷെ എന്താണ് എം ടി ബ്രാക്കറ്റ് ആയതുകൊണ്ട് ജോൺ ലൈക്സ് പീനട്ട്. ഇതാണ് നമ്മുടെ എന്ത് സൊല്യൂഷൻ. ഇനി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോർവേഡ് ചെയിനിങ് ഉണ്ട്, ബാക്ക്വേർഡ് ചെയിനിങ്. ഇത് സിലബസിലില്ല തോന്നുന്നു. ഓക്കെ, ഇത് സിലബസിലില്ല. ഇത് ഇൻഫ്ലുവൻസ് ഫോർവേഡ് ചെയിനിങ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പൊ അതോടുകൂടി നമുക്ക് ഇതോടുകൂടി മൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർവേഡ് ചെയ്യും ബാക്ക്വേർഡ് ചെയ്യും നമ്മളെ യൂണിറ്റ് 3 തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫോർവേഡ് ചെയ്യുന്നത് ബാക്ക്വേർഡ് ചെയ്യുന്നത്. ഇത് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് ഫോർവേഡ് ചെയ്യുന്നത്, എന്താണ് ബാക്ക്വേർഡ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തിയറി ഫോർവേഡ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഫോർവേഡ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോം റീസണിങ് വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ആറ്റം സെന്റൻസ്. നോളജ് ബേസിലെ ആറ്റം സെന്റൻസിൽ തുടങ്ങാം. അങ്ങനെ എന്താ പറയുക, ഫാക്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് റൂൾസിനെ ഡിറൈവ് ചെയ്യുക. ബാക്ക്വേർഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റൂൾസിൽ നിന്ന് തുടങ്ങിയിട്ട് ഫാക്റ്റിലേക്ക് ഡിറൈവ് ചെയ്യുക. ഇതാണ് അതിൻ്റെ തിയറി ഡെഫിനിഷൻ. അത്രേ ഉള്ളൂ. അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിക്കുന്നു കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രേ ഉള്ളൂ. പ്രോബ്ലംസ് അങ്ങനെ ഇത് പറയുന്നില്ല. നമ്മുടെ ബാക്ക്വേർഡ് ചെയ്യുക അല്ല, ആദ്യം ഒരു ലക്ഷ്യം നമ്മളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, റൂളിനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രൂവ് ചെയ്യാനൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.